പെരുമ്പാവൂരിൽ നടക്കുന്ന യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വാർഷിക സമ്മേളനം സമന്വയം സെപ്റ്റംബർ 20-21 തീയതികളിൽ നടക്കും. 8000 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിന് മുന്നോടിയായി വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാൻ പച്ചക്കറി വിത്ത് വിതരണം ആരംഭിച്ചു. സാമൂഹിക സേവന രംഗത്ത് സജീവമായ സഭ ദുരിതബാധിതർക്കായി വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വാർഷിക സമ്മേളനം സമന്വയം സെപ്റ്റംബർ 20-21 തീയതികളിൽ പെരുമ്പാവൂരിൽ നടക്കും. 44,000 അംഗങ്ങളുള്ള സഭയിൽ നിന്ന് ഏകദേശം 8,000 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിന് മുന്നോടിയായി കാലടി ഉപസഭയിൽ വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്കുള്ള ഭക്ഷണം വിഷരഹിതമാക്കാൻ ലക്ഷ്യമിട്ട് പാചകത്തിനാവശ്യമായ പച്ചക്കറി വിത്തുകളുടെ വിതരണോദ്ഘാടനം കാലടിയിൽ നടന്നു. ഉപസഭാ പ്രസിഡന്റ് ഡോക്ടർ ഹോരക്കാട് കൃഷ്ണൻ നമ്പൂതിരിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 8 ഇനം പച്ചക്കറി വിത്തുകളാണ് ഈ സംരംഭത്തിന്റെ ഭാഗമായി വിതരണം ചെയ്തത്. 2 വേദികളിലായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പൊതുസമ്മേളനം, സെമിനാറുകൾ, കലാപരിപാടികൾ, തിരഞ്ഞെടുപ്പ്, പ്രതിനിധി സമ്മേളനം എന്നിവ നടക്കും. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഒരു പ്രകടനം നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. സാമൂഹിക സേവന രംഗത്തും യോഗക്ഷേമ സഭ സജീവമാണ്. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുകയും വീട്ടുപകരണങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. നിലവിൽ സമ്മേളനത്തിന് മുന്നോടിയായി മറ്റൊരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനവും നടന്നുവരുന്നുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകി. കാപ്പിള്ളി ശ്രീവത്സൻ, TRV നമ്പൂതിരിപ്പാട്, വല്ലഭൻ നമ്പൂതിരിപ്പാട്, തലയാറ്റുംപള്ളി കൃഷ്ണൻ നമ്പൂതിരി, ജയന്തൻ നമ്പൂതിരി, നീലകണ്ഠൻ നാറ്റിയാല, ശ്രീകുമാർ കാപ്പിള്ളി തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സമ്മേളനത്തിനായുള്ള സമ്മാന കൂപ്പണുകളുടെ വിതരണവും കാലടിയിൽ ആരംഭിച്ചു. യോഗക്ഷേമ സഭ എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഈ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന സെപ്റ്റംബർ മാസം 20-ാം തീയതിയും 21-ാം തീയതിയും പെരുമ്പാവൂർ EMS മുനിസിപ്പൽ ഹാളിൽ വെച്ച് സമുചിതമായി കൊണ്ടാടുവാനായി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ തലക്കെട്ട് നാമധേയം നൽകിയിരിക്കുന്നത് സമന്വയം എന്നാണ്. ഈ വാർഷികത്തിന് വേണ്ടുന്നതായ എല്ലാ പച്ചക്കറികളും ജൈവ കൃഷിയിൽ കൂടി ഓരോരോ പറമ്പുകളിൽ നട്ടുവളർത്തി സമാഹരിക്കാനാണ് ഒരു തീരുമാനം. അതിൻ്റെ പ്രത്യേകത കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഏതാണ്ട് 7,000-ഓളം പേര് അന്ന് അവിടെ സന്നിഹിതരാകും. അതിനോടനുബന്ധിച്ച് വിവിധ സമ്മേളനങ്ങൾ, സെമിനാറുകൾ, പ്രകടനം, കലാപരിപാടികൾ എന്നിങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാലടി. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ മാർ ഏലിയാസ് കോളേജിനൊപ്പം. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.